ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കപ്പെടുന്ന കേരളം യഥാർത്ഥത്തിൽ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത നരാധമന്മാരുടെ നാടായി മാറിയിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞെന്നോ വയോധികയെന്നോ നോക്കാതെ ദിനം പ്രതി സ്ത്രീകളെ വേട്ടയാടുകയാണ്. കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരം നെടുമങ്ങാട് തൊളിക്കോട് പട്ടാപ്പകലാണ് വയോധികയെ പീഡിപ്പിച്ചത്. പീഡനത്തിനിരയായ വയോധിക അമിത രക്തസ്രാവത്തെ തുടർന്നിപ്പോൾ തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. പ്രതി നജീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെന്നല്ല കേരളത്തിൽ തന്നെ ഇപ്പോൾ കൂടുന്നത്? സർക്കാരിന്റെയും സാമൂഹ്യ സംഘടനകളുടെയും പ്രഖ്യാപനങ്ങളും സംവാദങ്ങളും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും സ്ത്രീകൾക്കെതിരായ അതിക്രമണങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയാണ്. രാജ്യത്ത് ഓരോ 24 മണിക്കൂറിലും 10 ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ മിനിറ്റിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നുണ്ട്. വീടിനുള്ളിലും തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ആവർത്തിച്ചു നടക്കുന്നു. മൊബൈൽ ഫോണും ഇന്റർനെറ്റും വഴിയുള്ള അപമാന പ്രചാരണങ്ങളും പെൺകുട്ടികളുടെ കൂട്ട ആത്മഹത്യയും കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവങ്ങളാണ്. വിവാഹം കഴിഞ്ഞ് ഭർതൃപീഡനം മൂലവും സ്ത്രീകൾ മരണപ്പെടുന്നു. സംരക്ഷിക്കേണ്ടവർ തന്നെ കത്തിയെടുക്കുന്ന രംഗവും കേരളത്തിൽ വിരളമല്ല. സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലകളിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭചിത്ര വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉൾപ്പെട്ട പ്രമുഖരുടെ വിവരങ്ങളും ഇതിന് തെളിവാണ്. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. സ്ത്രീകൾക്ക് ഏത് അർദ്ധരാത്രിയിലും വഴി നടക്കാൻ കഴിയുന്ന ഇന്ത്യയാണ് തന്റെ സ്വപ്നമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപായിരുന്നു. ആ സ്വപ്നം ഇന്ന് നടക്കാത്ത സ്വപ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഗാർഹിക അതിക്രമ നിയമവും തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡന വിരുദ്ധ നിയമവും നിലവിലുണ്ടെങ്കിലും അതെല്ലാം എത്രമാത്രം ഫലപ്രദമാകുന്നു എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സാഗ് ന്യൂസ് തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.